ഇപ്പൊ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ബിസിനസ് മാത്രമായിരിക്കും, ഫാമിലി ലൈഫ് ബ്രേക്ക് ആയിട്ടുണ്ടാവും. ഇനി രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക, അല്ലെങ്കിൽ എങ്ങനെ പാർട്ട്ണറെ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ എങ്ങനെ ലൈഫ് എൻജോയ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യുക എന്നുള്ളൊരു സിസ്റ്റം കുട്ടികൾ പഠിക്കണം. വലിയൊരു ചോദ്യമാണ്. ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹത്തിന്റെ ഒരു ലംബോഗിനി അല്ലെങ്കിൽ ഒരു പോർഷെ കാറിൽ വരികയാണെങ്കിൽ ആളുകൾ ആ കാറിനെ നോക്കുള്ളൂ. ഫാമിലിയിലെ ബുദ്ധിമുട്ട് കാരണം നമ്മുടെ ഫാമിലി പറയാ ഇനി ആ ബിസിനസ്സിൽ പോകരുത് എന്നാണ്. ഞാനൊരു വാർത്തയിൽ തന്നെ കണ്ടാണ്, ആദ്യമായിട്ട് ഇൻഫോസിസിനൊക്കെ വന്ന സമയത്ത് ബോംബെയിലെ സെൻഡോർ ഹോട്ടലിലായിരുന്നു മറ്റേ എന്താ പറയുക ജീൻ്റെ ആൾക്കാർക്കൊക്കെ ഒരു പ്രൊജക്റ്റ് വന്നപ്പോൾ ഇവർ ഓഫീസായി കാണിച്ചു കൊടുത്തത്. സോഫ്റ്റ്വെയർ റെവല്യൂഷൻ വന്ന സമയത്ത് സാം പിട്രോഡ എന്ന് പറഞ്ഞ വലിയൊരു ഒരു ഒരു എന്താ പറയുക ദീർഘവീക്ഷണമുള്ള ഒരു ആർക്കിടെക്റ്റാണ് നമ്മളെ ഈ ഡാറ്റ എന്താ പറയുക ഈ ഡാറ്റൻ്റെ ഒരു ഇൻഫ്ലക്സിലും അതേപോലെ തന്നെ നമ്മളുടെ ഈ സോഫ്റ്റ്വെയർ റെവല്യൂഷനൊക്കെ നമ്മളെ രാജ്യത്തിനെ ലിറ്ററലി ഗ്രൗണ്ട് ചെയ്ത ആള്. അദ്ദേഹം എനിക്ക് തോന്നുന്നത്രയും അദ്ദേഹം 2 M.Tech US എടുത്ത് 2 PhD US എടുത്തിട്ടില്ലേ, രാജീവ് ഗാന്ധിൻ്റെ ഒപ്പം കൂടി ചേർന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആ പരിശ്രമങ്ങളാണ് പലപ്പോഴും അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ, ഇന്നുണ്ടായ എല്ലാ സംഭവങ്ങളും. അന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാം പിട്രോഡ ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കാൻ ഒരു കഴിവ് രാജീവ് ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ എനിക്ക് തോന്നിയത്തോളം രാജീവ് ഗാന്ധി സാം പിട്രോഡ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയും നമ്മളുടെ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി, ഞാനൊരു വാർത്തയിൽ തന്നെ കണ്ടാണ്, ആദ്യമായിട്ട് ഇൻഫോസിസിനൊക്കെ വന്ന സമയത്ത് ബോംബെയിലെ സെൻഡോർ ഹോട്ടലിലായിരുന്നു മറ്റേ എന്താ പറയുക ജീൻ്റെ ആൾക്കാർക്കൊക്കെ ഒരു പ്രൊജക്റ്റ് വന്നപ്പോൾ ഇവർ ഓഫീസായി കാണിച്ചു കൊടുത്തത്. അങ്ങനെയാണ് നമ്മൾ ഇന്ത്യനെ അവർ ഷോക്കേസ് ചെയ്തത്. പക്ഷേ ഈ എഐൻ്റെ ഓട്ടത്തിൽ നമ്മൾ കുറെ ബാക്ക് പോയി എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യ ഒട്ടും അതിലൊരു ഒട്ടും അതിലല്ല. കാണുന്നില്ല. പക്ഷേ UAE ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടുത്തെ ലീഡേഴ്സ് ഭയങ്കര റെഡി ടു വിഷണറീസ് ആണ്. അവർ അതിൽ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവർ അതിൽ ഗോൾഡൻ വിസ എല്ലാ ആൾക്കാരെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ UAEൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സാധനം ദുബൈനെ പോലത്തെ ഒരു 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 പിന്നെ വാട്ട്സേ ഒരു ടൗൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ ഓരോ പുതിയ ഇന്നോവേഷൻ അവർ അബ്സോർബ് ചെയ്യും. പക്ഷേ ഈ കമ്പനീസിന്റെ ഹെഡ് പറയുന്നത് ആക്ച്വലി ഇന്ത്യൻസ് ആണ്. ഇന്ത്യൻസ് ആണിത്. ഇന്ത്യയിലുള്ള ആളുകളാണ് കൂടുതൽ ഇതിന്റെ ഹെഡിൽ നിൽക്കുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇന്ത്യൻ ഗവൺമെന്റും ഇന്ത്യ എങ്ങനെയാണ് ഇത് കൊണ്ടുവരും എന്നുള്ള രീതിയിൽ ഒരു സൈഡ് എന്താന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനോ ഇപ്പൊ ചൈനനായാലും സിംഗപ്പൂരിനായാലും ഇപ്പൊ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്ത രാജ്യങ്ങള് ഇവരുടെ ഒക്കെ ഒരു പ്രത്യേകത ഇപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഇപ്പോൾ പിന്നെ യു എസും UK ആയിരിക്കും ക്രിട്ടിക്കൽ റീസണിങ്ങിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ലേണേഴ്സിനെ മാക്സിമം ഉണ്ടാക്കിയ കുറേ ജനങ്ങൾ. കാരണം പാരൻറ്റിങ്ങിൽ തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് ലേണിങ്ങും അതേപോലെ തന്നെ ഒരു ഒറിജിനൽ തോട്ട് ഷേപ്പ് ചെയ്യുന്ന എഡ്യൂക്കേഷനും ഫോസ്റ്റർ ചെയ്യുന്ന വലിയൊരു പാരൻറ്റിങ് അവർക്ക് കിട്ടുന്നുണ്ട്. അവരുടെ കുട്ടികളെ ഒരിക്കലും അവരുടെ ഒരു ക്രിയേറ്റീവ് ഇൻ്റർവെൻഷൻസിലൊന്നും അവർ ഇടപെടില്ല. പക്ഷേ അവർ ഏറ്റവും വലിയ ക്രിറ്റിസിസം പറയുന്നത് അവർ പലപ്പോഴും ഒരു മെയിൻ സ്ട്രീം ലൈഫിലേക്ക് പോകുമ്പോൾ ഒരു ഡിസിപ്ലിൻഡ് അല്ല ഒരു സൊസൈറ്റി. അതുകൊണ്ടാണ് അവരുടെ സൊസൈറ്റിയിൽ കണ്ടമാനം പ്രശ്നങ്ങൾ വരുന്നതില്ല. ഇന്ന് ഇൻഡിപെൻഡൻറ്റ് ലേണേഴ്സും ഈ റീസണിങ്ങും ഡിസിപ്ലിൻഡ് ആയ സൊസൈറ്റി കിടക്കുന്നത് ജപ്പാനിലാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് എനിക്ക് എൻ്റെ ദുബൈയിൽ ബാച്ചിൽ 3rd ബാച്ചിൽ അൽത്താഫ് എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. ഏകദേശം 10-21 വയസ്സായിട്ടുള്ള അവന് 43 രാജ്യങ്ങളിൽ പോയത്. അപ്പോൾ അവൻ പറഞ്ഞു വബിഫാബി എന്ന് പറഞ്ഞിട്ട് ജാപ്പനീസിൻ്റെ ഒരു ബുക്ക് ഉണ്ട് ഫൈസാറ്. ഇത്ര അധികം ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ജാപ്പനീസ് സൊസൈറ്റിയിലാണ് മാക്സിമം സൂയിസൈഡൽ റേറ്റ് നടക്കുന്നത്. അപ്പോൾ അത് എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയോ ഞാൻ പറഞ്ഞത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവണം ഏറ്റവും വലിയ സാധനം പലപ്പോഴും ഒരു ഡീപ്പ് സെൻസ് ഓഫ് പേർപ്പസ് ഇല്ലാത്ത ആളുകൾ പലപ്പോഴും ഈ ഹാപ്പിനെസ്സിൻ്റെ ഈ വളരെ മൊമെൻറ്റസ് മൂമെൻറ്റ്സിൽ ചെന്നിട്ട് തലയിടുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം. ഇപ്പോൾ ഞാൻ മുസ്ലിം ആയതുകൊണ്ടൊക്കെ നമുക്ക് ഫെയ്ത്തിൽ ഒരു ഫാക്ടർ കാണാൻ പറ്റും. നമ്മളോട് പറയും മുള്ളു തറച്ചു കഴിഞ്ഞാലും അൽഹംദുലില്ലാ പറയണം, മുള്ളു തറച്ചിട്ടില്ലെങ്കിലും അൽഹംദുലില്ലാ പറയണം, അപ്പിലും താങ്ക് ടു ഗോഡ് പറയണം, ഡൗണിലും താങ്ക് ടു ഗോഡ് പറയണം. ജീവിതത്തിൽ ട്രോമ ഉണ്ടാവുമ്പോഴും താങ്ക് ടു ഗോഡ് പറയണം, ട്രോമ ഇല്ലെങ്കിലും താങ്ക് ടു ഗോഡ് പറയണം. ആ ഒരു ഹാപ്പിനെസ് കോംപ്രഹെൻസീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം മനുഷ്യൻ ഒരിക്കലും ഒരു ലൈഫിൽ അപ്പും ഡൗണും നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. അപ്പം ഇന്ത്യയിൽ നമുക്ക് നടക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം കിടക്കുന്നത് എനിക്ക് തോന്നിയിടത്തോളം ഈ ഇൻഡിപെൻഡൻറ്റ് ലേണേഴ്സിന് ഒറിജിനൽ തോട്ടിനെ ഷേപ്പ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ നമ്മുടെ നാട്ടിൽ ഇല്ല. രണ്ടാമത്തെ നമ്മളെ സൊസൈറ്റി നമ്മൾ ഡിസിപ്ലിൻ ആക്കാൻ മതമൊക്കെ ഉപയോഗിക്കണമെങ്കിലും നമ്മളെ കുട്ടികളൊക്കെ ഈ മതപഠനശാലകൾ ഇവിടെ ഒക്കെ പോയിട്ട് ഒരു ടീനേജിലൊക്കെ എത്തുമ്പോൾ എത്ര കുട്ടികളാണ് പ്രോപ്പർലി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സിവിക് സെൻസിൽ എത്ര കുട്ടികളുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ US സിറ്റിസൺ ആണ്. ജ്യേഷ്ഠൻ്റെ മക്കളായിട്ട് ഇടയ്ക്ക് കോഴിക്കോടൊക്കെ ട്രിപ്പ് പോകുമ്പോൾ
അവർ കുടിക്കുന്ന ജ്യൂസിന്റെ കപ്പ്, അവർ കുടിക്കണം, അവർ അതെ. വേസ്റ്റ് ഒന്നും അവരെന്താക്കൂല, പുറത്തോട്ട് ഇടുന്നില്ല. പുറത്തേക്ക് എറിയില്ല. അത് അവർ പ്രോപ്പറായിട്ടാണ് ഡംപ് ചെയ്യുന്നത്. സന്തോഷ് ജോസ് സാറൻ എന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും കാലിഫ് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ഗരാജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കാറ്റർപില്ലറെ കണ്ടപ്പോൾ അതിനെ ചവിട്ടി മെതിക്കാൻ നോക്കിയതാണ് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ. അപ്പോൾ അച്ഛനോട് മോന് വന്നിട്ട് കാല് പിടിച്ചിട്ടുണ്ട്, അച്ഛൻ ഡോണ്ട് ഡൂ ദാറ്റ്, ഇറ്റ്സ് എൻ അമേരിക്കൻ സിറ്റിസൺ, നിങ്ങൾക്ക് ആ കാറ്റർപില്ലറിനെ നശിപ്പിക്കാനില്ലേ, എന്തില്ല, നിങ്ങൾക്ക് ആ റൈറ്റ്സ് ഇല്ല എന്നല്ലേ. അപ്പോൾ അവരങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ആ ഒരു സിവിക് സെൻസ് അവർക്ക് കിട്ടണമെങ്കിൽ കൂടി ഡിസിപ്ലിൻ അവർക്കില്ല. അപ്പോൾ എനിക്ക് തോന്നത്തോളം നമ്മളെ ഇന്ത്യ ഇനി ഒരു ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യണമെങ്കിൽ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടില്ലേ ഇൻഡിപെൻഡന്റ് ലേണിങ്ങും ഒറിജിനൽ തോട്ടിനും ഷേപ്പ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഭയങ്കരമായിരിക്കും എന്നുള്ളതാണ്. ഒരു പക്ഷേ കേരളം കുറച്ചൊക്കെ ഡിഫറെൻ്റ് ആണ്. കാരണം കേരളത്തിൽ എനിക്ക് തോന്നിയിടത്തോളം ഒന്നാമത് ഈ നമ്മളുടെ ഒരു കാസ്റ്റ് ഹൈറാർക്കിനെ കുറേ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. ഇപ്പോൾ നായന്മാരിലാണെങ്കിൽ ഇപ്പോൾ ഈ മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിലുള്ള NSS മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ നമ്മളിൽ ഏറ്റവും പവർ ബ്രോക്കിംഗ് കമ്മ്യൂണിറ്റിയാണ് ഈഴവ കമ്മ്യൂണിറ്റി. അവരിലാണെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു മൂവ്മെൻറ്റ് നടന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ള ഓരോ ജാതികളിലും മുസ്ലിങ്ങളാണെങ്കിൽ ഒരു MES മൂവ്മെൻറ്റ് നടന്നത്, ക്രിസ്ത്യാനികളിലാണെങ്കിൽ കുറേ കൂടി ബിഷപ്പ്മാർ സ്കൂളുകൾ ഉണ്ടാക്കിയതും കോളേജുകൾ ഉണ്ടാക്കിയതും. അപ്പോൾ ആ ഒരു റവല്യൂഷനിൽ കുറേ ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറേ കൂടി പിന്നെ ഒരു മെയിൻ സ്ട്രീം ലെഫ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്തൊരു കേരള സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ക്രിട്ടിക്കൽ റീസണിങ്ങിനും ഇൻഡിപെൻഡന്റ് ലേണിങ്ങിനൊക്കെ നമ്മൾ കുറേ കൂടി നമ്മൾ മുന്നിലാണ്. അതിന്റെ റിസൾട്ട് നമുക്ക് നമ്മളെ മൂവീസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ നെറ്റ്ഫ്ലിക്സിലും ഇതിലൊക്കെ സ്ട്രീം ചെയ്യുന്നത് മലയാളം മൂവീസാണ്. അപ്പോൾ അതേ സമയത്ത് അത് ബാക്കിയുള്ള സ്റ്റേറ്റുകൾക്കൊന്നും പോസിബിൾ അല്ല. രണ്ടാമത്തെ അങ്ങനത്തെ ഒരു മൂവ്മെന്റ് ഉണ്ടായതുകൊണ്ടുള്ള റീസൺ നോക്കും. ഇപ്പൊ നോർത്തിൽ നിന്നും ടോയ്ലറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഓരോ മലയാളിന്റെ വീട്ടിലും ഒരു യൂറോപ്യൻ ടോയ്ലറ്റും ഒരു ഇന്ത്യൻ ടോയ്ലറ്റും ഉണ്ട്. നമ്മളവിടെ എന്തില്ല, പട്ടിണില്ല. അപ്പോൾ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലൊക്കെ കേരളം ബാക്കിയുള്ള സ്റ്റേറ്റിനേക്കാളൊക്കെ കയറിപ്പോയത് പലപ്പോഴും ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കുറെ കൂടി പല കാര്യങ്ങളും ഇംബൈബ് ചെയ്തുകൊണ്ടാണ്. അതൊരു ബ്രോഡ് നോർത്തിലും സൗത്തിലൊക്കെ വരികയാണെങ്കിൽ രാജ്യത്ത് വലിയ മാറ്റം ഉണ്ടാവുന്നില്ല. എന്നിരുന്നു കഴിഞ്ഞാലും ഒരു ഗ്ലോബൽ ഇൻഡെക്സ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ സിംഗപ്പൂർ ഭയങ്കരമായിട്ട് കയറി, ചൈനക്ക് 52ാം സ്ഥാനത്ത് നിന്ന് 8ാം സ്ഥാനത്തിലേക്ക് എത്തി. അത് അവരുടെ എക്കണോമിയിൽ കാണുന്നുണ്ട്. നമ്മളിപ്പോഴും 2008 പിസയുടെ ഒരു ഒഫീഷ്യൽ സർവേക്ക് പോയത്. ആ സർവേയിൽ പോയിട്ട് OECD കൺട്രീസ് ഉണ്ട്, ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് കോർപ്പറേഷൻ ഡെവലപ്മെന്റ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ. ആ സർവേയിൽ നമ്മളുടെ 73 നേഷൻസിൽ 73ാമത്തെ നേഷൻ കിർഗിസ്ഥാനാണ്, 72ആണ് നമ്മളെ റാങ്കിങ്. അതിനുശേഷം നമ്മൾ പറഞ്ഞ അവർ തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇത് പുറത്തു പോയിരുന്നില്ലാണ്. പക്ഷെ അതല്ലായിരുന്നു ഇവിടെ പറയേണ്ടിയിരുന്നത്. നമ്മൾ അതിനനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം പിക്കപ്പ് ചെയ്യേണ്ടിയിരുന്നു. ഇപ്പം നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു IB സ്കൂൾ, ഒരു IGC സ്കൂളുണ്ട്. ഇപ്പൊ നമ്മൾ സൊക്കുവയും നമ്മളെ ലോകനൊക്കെ അങ്ങനത്തെ ഒരു സ്കൂൾ ക്രിയേറ്റ് ചെയ്യാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ഉണ്ട് ഒരു സ്കൂള്, നമുക്കറിയാം, വൈറ്റ് സ്കൂൾ ഉണ്ട്, സദ്ഭാവന ഉണ്ട്, ഒരു IGCSE സ്കൂള്. പക്ഷേ ഇതേപോലെ തന്നെ ഓരോ ഇനിയിപ്പോൾ കാസർഗോഡ് എടുക്കുകയാണെങ്കിൽ വേറെ ഡിഫറെന്റ് സ്റ്റോറിയാണ്. കണ്ണൂർ ചിലപ്പോൾ ഉണ്ടാവില്ല, വയനാട് ഉണ്ടാവില്ല. അപ്പോൾ സിസ്റ്റമേ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. ചെറുപ്പത്തിൽ എനിക്ക് ക്രിയേറ്റീവ്നെസ് എന്താണെന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. ഇപ്പോഴെത്തിയാണ് എന്താണ് ക്രിയേറ്റീവ്നെസിന്റെ ഗുണം എന്താണെന്നുള്ള അത് ഷഹീദ ഇന്നെ അത്ഭുതപ്പെടുത്തിയൊരു സാധനം. 4th ബാച്ചില് എനിക്ക് നിങ്ങളുടെ എക്സിക്യൂട്ടീവ് MBA ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നില്ല, അവന്റെ പേര് ലുക്മാൻ ബേസിക്കലി ലിബിയ എന്നാണ് പഠിച്ചിട്ടില്ലേ. ലുക്മാന്റെ ഫാദർ അവിടെ ഒരു എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ ലുക്മാന്റെ അനിയന്മാരൊക്കെ ലിബിയ എന്നാണ് പഠിച്ചിട്ടില്ലേ. അപ്പൊ ലുക്മാനോട് പറഞ്ഞ വലിയൊരു വാക്കുണ്ട്. ഞാൻ 1 to 7 വരെ ലിബിയയിലെ IGCSE ക്യാമ്പസ് സ്കൂളിങ്ങിലാണ് പോയത്. എന്നെ സംബന്ധിച്ച് അന്ന് വെള്ളിയാഴ്ച ഒഴിവായിരുന്നു, ശനിയാഴ്ച ഒഴിവായിരുന്നു. ഒഴിവില്ല ദിവസങ്ങൾ എനിക്ക് വെറുപ്പായിരുന്നു, സ്കൂളിലെ ദിവസങ്ങളായിരുന്നു എനിക്ക് ഇഷ്ടം. ഐ വാസ് ലവിങ് സ്കൂൾ വെരി മച്ച്. അവൻ അതിന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്കോട്ടിഷ് സാർമാരുണ്ടായിരുന്നു, വെയിൽസിലെ സാർമാരുണ്ടായിരുന്നു, അക്രോസ് യൂറോപ്പിലെ സാർമാരുണ്ടായിരുന്നു, അതേപോലെ തന്നെ സ്റ്റുഡൻസും ഉണ്ടായിരുന്നു എന്നാണ് അവൻ റീസൺ പറഞ്ഞത്. ഇതേ ലുക്മാന് 7ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവൻ പറയാണ്, ഞാൻ മുക്കത്തേക്ക് വരികയാണ്. മുക്കത്തേക്ക് വന്നിട്ട് എന്നെ ഫസ്റ്റ് അവൻ്റെ മാത്സ് ടീച്ചർ പറഞ്ഞ A+B ഹോൾ ക്യൂബ് പറയുന്നു പറഞ്ഞപ്പോൾ ഇവനത് പറയാൻ പറ്റാതെ ഇവനെ വടിയോണ്ട് അടിച്ചതിന് ശേഷം അവൻ പറയാം, അന്ന് ഞാൻ പുസ്തകം മാറ്റി വെച്ച് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം നാട് എക്സ്പ്ലോർ ചെയ്യലായിരുന്നു എൻ്റെ പണിയെന്നില്ലേ. പക്ഷെ ഇന്നും ഞാൻ ലുക്മാനിൽ നോക്കുമ്പോൾ ലുക്മാൻ ഒരു ഗ്ലോബ് ട്രോട്ടറാണ്. ഏകദേശം 76 രാജ്യങ്ങൾ അവന് പോയിട്ടുണ്ട്. അവൻ അറ്റ്ലാന്റിക് ക്രൂസ് ചെയ്തിട്ടുണ്ട്, പസഫിക് ക്രൂസ് ചെയ്തിട്ടുണ്ട്, ഡെറിങ് സ്ട്രൈറ്റ് ക്രൂസ് ചെയ്തിട്ടുണ്ട്, ഇന്തോനേഷ്യൻ ക്രൂസ് ചെയ്തിട്ടുണ്ട്. വലിയൊരു ബ്രോഡ് ഗ്ലോബൽ പെർസ്പെക്റ്റീവിലെ ആളാണ്. ചിലപ്പോൾ ചായ കുടിക്കാൻ നോർവേയിൽ പോകുക, ഞങ്ങളുടെ തോട്ട് പ്രോസസ്സേ ഡിഫറെന്റ് വളരെ ഡിഫറെന്റ് ആണ്. അതെനിക്ക് അവന്റെ സ്കൂളിംഗ് ആണ്. നമ്മളെ കുട്ടികൾക്കൊക്കെ അങ്ങനത്തെ സ്കൂളിംഗ് കൊടുക്കേണ്ട കാലം അതിക്രമിച്ചു. കാരണം ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ എനിക്ക് ബി സ്കൂളിൽ വന്നതിന് ശേഷമാണ് ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് കിട്ടിയത്. ഈ ജെൻസീസിന് എങ്ങനെ നമ്മുടെ കമ്പനിയിൽ അവരെങ്ങനെ കൊണ്ടു നടക്കണം, മീൻസ് 90s കിഡ്സ് എങ്ങനെയാണ്,
ഏജ്ഡ് ആയിട്ടുള്ളവരെങ്ങനെ ഇവരെ 3 പേരെയും കമ്പനിയിൽ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് വളരെ പ്രിസൈസ് ആയിട്ട് തന്നെ പ്ലാൻ ചെയ്താലേ കമ്പനി ബ്രേക്ക് ആവും. കാരണം ജെൻസീസിന് ഒന്നുകൂടെ ആത്മാർത്ഥത കൂടുതലാണ്. പക്ഷെ അവർക്ക് കിട്ടേണ്ടത് അവർക്ക് കിട്ടണം. അവർക്കുള്ള ബ്രേക്ക് കിട്ടണം. അവരെന്ന് വെച്ചാൽ ഒരിക്കലും പട്ടിണിന്നല്ല വളർന്നിട്ട്. ഇപ്പൊ എന്റെ ഫാദറൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടുന്നതായിട്ട് വളർന്നെങ്കിൽ ജെൻസീസിന് ഒട്ടും ബുദ്ധിമുട്ട് അറിയില്ല. അപ്പൊ ആ സാറ് പറയുന്ന പോലെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റവും ഈ ജെൻസിയുടെ ക്യാരക്ടറും കൂടെ നമ്മൾ ശരിക്കും അനലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാലാണ് ഇവരുടെ ഈ മൈഗ്രേഷനൊക്കെ നമുക്ക് തടയാം. ഇപ്പൊ ഇവര് പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ പുറത്തോട്ട് പോവാണ്. ഇവിടെ നല്ലൊരാളെ കിട്ടണമെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനും കൂടെ വേണ്ടിയിട്ട് ഒരു ഐ ബി സ്കൂൾ പോലെ എന്തെങ്കിലും നമ്മളിവിടെ മസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. എന്നാൽ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ നമ്മളൊന്ന് ഫുള്ളി അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പൊ പണ്ടൊരു 100 വർഷമായിട്ടുള്ള അതേ സിസ്റ്റത്തിലാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം. അത് നമ്മൾ മൊത്തത്തിൽ ചേഞ്ച് ചെയ്താൽ ആരും പറഞ്ഞു കേരളത്തിനെ പോലെ ജീവിക്കാൻ പറ്റിയൊരു ക്ലൈമറ്റ് ഉള്ള രാജ്യം വേറെ ഇല്ല. ഒന്നീ സത്യം. ടു ഹോട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ടു കോൾഡ് ആയിരിക്കും. പക്ഷെ ആ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ എന്നാണ് നമ്മളായിരിക്കണം എന്ത് ചെയ്യണം ആ മൂവ്മെന്റ് ഓരോരുത്തരും ആ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത്. എനിക്ക് മനസ്സിലാവും ചൈനയിൽ ഇത് ഇത്ര പോസിബിൾ ആവാണ്ടാവുന്ന റീസൺ ചൈനയിൽ അവർക്കൊരു കോമൺ ആയിട്ടുള്ള ഹാൻഡ്മാംഷേരുടെ ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അതിലൊരു കാസ്റ്റ് ഹൈറാർക്കി ഇല്ല. ഇന്ത്യയിൽ കാശ്മീർ ടു കന്യാകുമാരി വരെ ഈ കാസ്റ്റ് ഹൈറാർക്കിയിൽ ആളുകൾ പെട്ടുപോവുകയാണ്. അതെ അതെ അത് ബ്രേക്ക് ചെയ്യപ്പെടേണ്ടതുണ്ട് ഒന്ന്. എന്നാലാണ് ആ ഒരു നമുക്ക് ആ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്താവുള്ളൂ ചെയ്യാൻ പറ്റും. കിട്ടുള്ളൂ. ഒരു എക്കണോമിക് റിഫോംസ് നമുക്ക് ഒരു സൂപ്പർഫിഷ്യൽ ലൈനിൽ നടന്നുണ്ടെങ്കിൽ കൂടി രണ്ടാമത്തത് ഇങ്ങനെ ഒരു എഡ്യൂക്കേഷൻ റിഫോം നടക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ. മൂന്നാമത് എനിക്ക് തോന്നുന്നത്രം ഇപ്പോൾ ഷെയ്ദ് പറഞ്ഞ പോലെ തന്നെ ഇപ്പം സെക്വ നിങ്ങൾ നിങ്ങളുടെ ഒരു 10 ഇയർ വിഷനിൽ ഇട്ടതാണ് അങ്ങനത്തെ ഒരു സ്കൂള് അതെ അതെ നമ്മളിവിടെ ഷേപ്പ് ചെയ്യണമെന്നില്ല. ഇപ്പൊ ലോകനും അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എളുപ്പത്തിൽ അങ്ങനത്തെ സ്കൂളുകൾ ക്രിയേറ്റ് ചെയ്യുക, ആ സ്കൂളുകളെ മോഡൽ നമ്മൾ എല്ലാവർക്കും ഓപ്പൺ ആക്കി വെച്ചു കൊടുക്കുക. കൊടുക്കണം. നമ്മളെല്ലാ കേരളക്കാരും ആരെങ്കിലും ഇതിന് താല്പര്യം ഉണ്ടോരൊക്കെ എന്താവട്ടെ ചെയ്തു കൊടുക്കണം. നിങ്ങളെ വന്ന് കാണട്ടെ, നമുക്കത് ചെയ്തു കൊടുക്കണം. അങ്ങനെയാണ് അതിന് നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, കേരളം ഷേപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. 100% ലിറ്ററസിയാണ്. അത് നമ്മൾ പ്രൂവ് ചെയ്ത് കൊടുക്കണം ഒന്നുകൂടെ. അതെ അതെ കേരളം ആയിരിക്കണം ഈ ഒരു ചേഞ്ചിന് എന്ത് ചെയ്യണം, ഫസ്റ്റ് ആയിട്ട് ഇങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ചേഞ്ച് കൊണ്ടുവരേണ്ടതും കേരളം ആയിരിക്കണം. അതെ അതെ അങ്ങനെ വരുമ്പോഴാണ് ലൈക്ക് ഫുള്ളി നമുക്ക് ബിസിനസ്സിനായാലും ഇപ്പൊ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ബിസിനസ് മാത്രമായിരിക്കും, ഫാമിലി ലൈഫ് ബ്രേക്ക് ആയിട്ടുണ്ടാവും. ഇനി രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക, അല്ലെങ്കിൽ എങ്ങനെ പാർട്ട്ണറെ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ എങ്ങനെ ലൈഫ് എൻജോയ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യുക എന്നുള്ളൊരു സിസ്റ്റം കുട്ടികൾ പഠിക്കണം. എന്നാലേ ബിസിനസ്സിലോട്ടൊക്കെ നമുക്ക് എന്തെങ്കിലും അപ്രോച്ച് കിട്ടത്തുള്ളൂ. പണ്ടൊക്കെ ഇപ്പൊ എന്റെ ഫാമിലിയിലൊക്കെ ഉണ്ടായിരുന്നു, മോനെ നീ ഇനി ബിസിനസ്സിലോട്ട് പോകരുത്, ഇനി കഷ്ടപ്പാടിലോട്ട് പോകരുത്. ആക്ച്വലി ബിസിനസിന്റെ സക്സഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഉൾപ്പെടുന്ന ആക്ച്വലി ഭാഗ്യമാണ്. ഒരു ബിസിനസ് ആളുടെ മോനായിട്ട് ജനിക്കുക എന്ന് പറയുന്നത് ആക്ച്വലി ഒരു 100 സ്റ്റെപ്പ് ഹെഡായിട്ട് കിട്ടുന്നതാണ്. പക്ഷെ എന്ത് ചെയ്യും, ഫാമിലിയിലെ ബുദ്ധിമുട്ട് കാരണം നമ്മുടെ ഫാമിലി പറയാ ഇനി ആ ബിസിനസ്സിൽ പോകരുത് എന്നാണ്. ഷഹീദ്, അതിൽ ഞാൻ കണ്ട എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര മനസ്സ് തട്ടിയ 2 ബിസിനസ്സുകാർ ഞാൻ ഒന്ന് മനസ്സിലാക്കുന്നത് ഫോറം സിദ്ദീഖാണ്. അതെ. ഫോറം സിദ്ദീഖ് ബേസിക്കലി ഒരു ഫാമിലി ബിസിനസ് എന്ന് പറഞ്ഞാൽ സ്വന്തം അനിയന്, പെങ്ങന്മാര്, അവരെ മക്കളെ എല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നല്ലൊരു കോർ ടീമിൽ ഒരു മൾട്ടിപ്പിൾ വേർട്ടിക്കൽസിൽ ബിസിനസ് ചെയ്യുന്ന ഒരു സീരിയൽ ഓൺടർപ്രിനറാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഇപ്പം ഞാൻ ഇപ്പം പിന്നെ ഇക്വിറ്റോറിയ ഇൻവെസ്റ്റ് ചെയ്തൊരു കോളേജ് ഉണ്ട്. അപ്പോൾ ആ കോളേജിൻ്റെ ഓരോ ഡീറ്റെയിലിങ്ങിലും അദ്ദേഹം ഇൻവോൾവ് ചെയ്യുന്നതൊക്കെ ഞാൻ ഇങ്ങനെ ദൂരത്തു നിന്ന് നോക്കി കാണാറുണ്ട്. അപ്പോൾ അതിന് വേണ്ട ആളുകൾ, അപ്പം എന്നെ അത്ഭുതപ്പെടുത്തി US വന്നതിന് ശേഷം, US അദ്ദേഹം വന്നതിന് ശേഷമാണ് പെട്ടെന്ന് എന്നോട്, പിന്നെ US നിൽക്കുന്ന സമയത്താണ് എന്നോട് അതിന് വേണ്ട ഒരു അത് ഹെഡ് ചെയ്യേണ്ട ഒരാളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നിങ്ങളെപ്പോലെ തന്നെ അതിൻ്റെ ഒരു CEO ആണെങ്കിൽ കൂടി, അല്ല അതിൻ്റെ ഒരു ചെയർമാൻ ആണെങ്കിൽ കൂടി, ഒരു പെർട്ടിക്കുലർ ഓരോ പ്രൊജക്റ്റും സ്വന്തം പ്രൊജക്റ്റായിട്ട് ഏറ്റെടുത്തിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്ത രീതിയിൽ. അതുപോലെ അദ്ദേഹത്തിൻ്റെ മക്കളിപ്പോൾ ജൻസിയിലെ മക്കളൊക്കെ അദ്ദേഹം ഇങ്ങനെ പെർക്കിനെ കൊണ്ടുവരണം. അദ്ദേഹത്തിൻ്റെ മൂത്ത മോനെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒറിജിനേറ്റിൽ കയറി ഒരു കാർ ഡീറ്റെയിലിംഗ് ഇതിൽ. പിന്നെ അദ്ദേഹത്തിന് ഇളയ മകനുണ്ട്, അവന് സ്കൂളിംഗ് ഒക്കെ മാറ്റി വെച്ചിപ്പം പിന്നെ എന്താ പറയുക ഈ ചൈനീസ് കാറിൻ്റെ ഇതിലേക്ക് കയറി. അപ്പോൾ അങ്ങനത്തെ ഒരു ബിസിനസ്സുകാരൻ. രണ്ടാമത് ഞാനിപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ മനസ്സിലാക്കിയൊരു ബിസിനസ്സുകാരൻ എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തി. അതൊരു 1956 സ്റ്റാർട്ട് ചെയ്ത ഒരു ബിസിനസ്സാണ്. അവരുടെ പേര് AMS ഗ്രൂപ്പ് എന്നാണ്, പട്ടാമ്പി ബേസ്ഡ്. അവർക്ക് ഏകദേശം 5 ആൺകുട്ടികളുണ്ട്. ഈ 5 ആൺകുട്ടികൾക്കും 5 SBUs ആണ്. ഈ 5 SBUസിൽ അവർക്ക് KPIs ഉണ്ട്. ഈ KPIs ഇവർക്കൊക്കെ പോവാം എങ്ങനെ വേണമെങ്കിൽ. ഈ 5 SBUസിന് ഇവർ കൺസോൾട്ടേറ്റഡ് ആയിട്ട് വർഷത്തിലൊരിക്കൽ നോക്കും. എന്നിട്ട് പലപ്പോഴും പിന്നെ ഒരു പാരന്റ് ഹോൾഡിംഗ് കമ്പനി എന്തെല്ലാം SBUസിന് കൊടുക്കേണ്ടത് അതാ ഗിവ് ആൻഡ് ടേക്ക് അവരെന്താക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. പിന്നെ അവരെ യങ്സ്റ്റേഴ്സിനെ കൊണ്ട് അവർ പക്ക ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്രൊജക്റ്റുകളിലേക്കാണ് അവരെന്താക്കുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സച്ച് എ ബ്യൂട്ടിഫുൾ കമ്പനി. ഞാൻ എൻ്റെ സെക്കൻഡ് ബാച്ചിൽ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, മറ്റേ ദുബൈയിൽ, മറ്റേ ജാഫർ എന്ന് പറഞ്ഞിട്ടില്ലേ,
അവരെ ഫാദറിലാണ് ഇദ്ദേഹം. അപ്പോൾ പിന്നെ കുറേ കാലമായി വിളിക്കൽ തുടങ്ങിയിട്ട് അങ്ങനെ പോവുക. അപ്പം മൂപ്പര് ബേസിക്കലി ഒരു ഡേറ്റ്സ് ബിസിനസ്സുകാരനാണ്. 10-30 രാജ്യങ്ങളോളം മൂപ്പര് ഡേറ്റ്സ് US-ലേക്കും ഇപ്പോൾ സൗദിൻ്റെ പിന്നെ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റിൻ്റെ ഒക്കെ ആ സംഭവമൊക്കെ അവനാണ് ചെയ്തത്. പക്ഷേ ഞാനവരെ നാട്ടിൽ പോയപ്പോഴാണ് ഈ 4 മക്കളും ഒരു കോമ്പൗണ്ടിലാണ് അവരെ വീടുകൾ, അവരെല്ലാ മക്കളും വരുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം ഉണ്ടാക്കിയൊരു B2B ബിസിനസ് മോഡലുണ്ട് കേരളത്തിൽ. ഇപ്പോൾ മിലാഫ്കോളൊക്കെ സൗദി ഗവൺമെൻറ് നോക്കിയപ്പോൾ മിലാഫ്കോളിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ഇവരെ കമ്പനി അവർ ഏറ്റെടുത്തത്. അപ്പോൾ അത്രയും പവർഫുള്ളാണ് മീറോഫിൻ്റെ കോഫി, നെസ്ലേൻ്റെ എല്ലാ ലോകത്തിലെയും പ്രധാനപ്പെട്ട പ്രീമിയം ബ്രാൻഡ്സും മറ്റെല്ലാ കാര്യങ്ങളും B2Bൻ്റെ ഒരു ഹോൾസെയിലറായിട്ട് ഇവരെയാണ് കാണുന്നത്. നമ്മളൊന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു കമ്പനിയാണത്. നമ്മൾ ഈ സുക്കോവ ബി സ്കൂളിലോണ്ടൊരു ഗുണം എന്താണ്, നമുക്ക് ലൈക്ക് വളരെ അടുത്ത ബന്ധമുള്ള പോലെ ആയിരിക്കും ഇത്രയും കമ്പനീസ് ആയാലും. അവർക്ക് ഏതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനാണെങ്കിലും സാർ പറഞ്ഞ പോലെ ഇക്വറ്റോറിയ ബിസിനസ് സ്കൂൾ പറഞ്ഞല്ലോ, ഇപ്പം ഇവർക്കാണെങ്കിൽ ഇത് ഗ്ലോബലി അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട് കൊണ്ടുവരുന്നെങ്കിൽ അവർ എളുപ്പമായിരിക്കും. പക്ഷെ അവരുടെ അതേ ലൈക്ക് മൈൻഡ് സെറ്റിലുള്ളവരാണ് നമ്മൾ സുക്കോവയിലായാലും ലോകലിലായാലും ഇക്വറ്റോറിയയിലായാലും എല്ലാ കമ്പനീസിലും ഏകദേശം ലൈക്ക് മൈൻഡ് ആളുകളാണ്. ഈ IB ബിസിനസ് സ്കൂളൊക്കെ കൊണ്ടുവരുമ്പോൾ എന്തുകൊണ്ട് നമുക്കത് എല്ലാവർക്കും കൂടെ കൊളാബ് ചെയ്തിട്ട് ഒരു ബോർഡായിട്ട് ഡെവലപ്പ് ചെയ്യാതെ കഴിഞ്ഞാൽ നിങ്ങളെ ബാച്ചിന്റെ പ്രത്യേകത, നിങ്ങളെ ബാച്ച് ഭയങ്കര സ്കെയിൽ ബിസിനസ്സുകാരാണ് എല്ലാവരും. മുജീബായാലും നിങ്ങളായാലും ഷമീർ ആയാലും ഒക്കെ എല്ലാവരും ഭയങ്കര സ്കെയിൽ ചെയ്യുന്നവരാണ്. മറ്റേ പ്രിംഷാദൊക്കെ. അപ്പോൾ ഈ സ്കെയിൽ ബിസിനസ്സുകാർ ഇപ്പോൾ നിങ്ങളെ ഓപ്ഷൻ ഇപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിടത്തോളം ഇപ്പോൾ മുജീബ് റോഡ് ഡ്രൈവ് ഒക്കെ നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ IPOക്ക് പോവുകയാണ്. IPOക്ക് പോകുമ്പോൾ നമ്മളെല്ലാ സുക്കോ മെമ്പേഴ്സും ഞാൻ എന്താക്കും ഷെയർ ഓഫർ ചെയ്യുന്നില്ല. അതൊക്കെ എവിടെ നമുക്ക് അങ്ങനെ കിട്ടും ഓഫർ. അതേപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പിന്നെ ഓരോരുത്തരും നിങ്ങള് അന്ന് നമ്മൾ ആ ഒരു ഭയങ്കര മനോഹരമായിട്ട് എന്താ പറയുക കക്കടപ്പൊയിൽ ഭയങ്കര മഞ്ഞ് പെയ്യുന്ന ഒരു സമയത്ത് നമ്മള് മഞ്ഞല്ല ഒരു മിസ്റ്റി ആയിട്ടുള്ള ആ ഒരു സമയത്താണ് നമ്മൾ ആ ചർച്ചകളൊക്കെ നടത്തിയത്. നമുക്ക് ടൈം പോയത് അറിഞ്ഞിട്ടില്ല. ആ ഒരു ചർച്ച കൊണ്ട് ഫുൾ പെർസ്പെക്റ്റീവേ മാറി. ഓരോ മീറ്റപ്സും മീറ്റിങ്ങുകളും വളരെയധികം ഡിഫറൻസ് വരുന്നുണ്ട്. കാരണം ആ മീറ്റപ്സിൽ ഇപ്പോൾ സാർ പറഞ്ഞ പോലെ റോയൽ ഡ്രൈവ് മുജീബ് ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു 100 ക്ലാസ്സിൽ പങ്കെടുത്തതിൻ്റെ എല്ലാ സമ്മറിയും നമുക്ക് ആവശ്യമുള്ളത് ആളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ്സ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇതിലോട്ട് ഓൾറെഡി മൾട്ടിപ്പിൾ ബിസിനസ്സിൽ ഇൻവോൾവ് ആണ് എന്നാലും സുക്കോവയിലോട്ട് തന്നെ അട്രാക്ട് ചെയ്യുന്നതാണ്. നമുക്ക് കീപ്പ് ലൈക്ക് അപ്ഡേറ്റഡ് ആയിരിക്കും. എല്ലാ ബിസിനസ്സിലും നല്ല രീതിയിൽ അപ്ഡേറ്റ് ആവാനും പറ്റുന്നുണ്ട്. എന്നാൽ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുക, ഒരു വലിയ ബിസിനസ്സിലോട്ട് കൊണ്ടുവരിക എന്നുള്ള രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്കതിൽ ഭയങ്കര ഇൻസ്പിറേഷൻ എന്തായിരുന്നു പറഞ്ഞാൽ അന്ന് വന്നതിൽ ജല പറഞ്ഞൊരു വാക്കാണ്. ഒരു ബിസിനസ്മാൻ്റെ ഒരു വിഷന് സ്കോപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അവൻ്റെ 5 ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അത് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചളഞ്ഞ അവൻ്റെ വാക്ക്. ഇപ്പം ഞാനതിൽ മനസ്സിലാക്കി കൊടുത്തോളം ഒരാൾ നമ്മളെ വൈഫ് എടുക്കാം, ബാക്കി 4 പേരും. അപ്പോൾ വൈഫിനെ പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ദുബൈയിൽ ഇവിടുത്തെ ബാച്ചിനെ ഇപ്പോൾ വിഷൻ ബോർഡിന് വൈഫ്മാരെ കൂട്ടിയിട്ടാണ് എന്തായത് ചെയ്യിച്ചത്. അപ്പോൾ വൈഫ്മാരെ കൂട്ടി ചെയ്യിക്കുമ്പോൾ അത് ഭയങ്കര പവർഫുൾ ആവുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം വൈഫ്മാരും പോർട്ട് ചെയ്യേണ്ടടത്തൊക്കെ പോർട്ട് ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്. അപ്പോൾ UAE-ലൊക്കെ ഒരു ഫിമെയിൽ ഡയറക്ടർ ബോർഡിൽ വരൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലോ അനുസരിച്ച്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ഇപ്പോൾ ഷഹീദിനോ നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് ഒരു 4 ഫ്രണ്ട്സ് ആരാണ്? നമ്മളൊരു ഗ്രോത്തിനെ സഹായിക്കുന്ന, നമ്മളൊരു ഇന്നോവേഷനെ സഹായിക്കുന്ന, നമ്മളൊരു എന്താ പറയുക ഗ്ലോബൽ തിങ്കിങ്ങിനെ സഹായിക്കുന്ന ഫ്രണ്ട്സാണോ നമുക്കില്ലേ? അതോ കുറേ നേസേഴ്സും കുറേ നമ്മളെ വെറുതെ തമാശാക്കുന്ന ആൾക്കാരാണോ ഇല്ലേ എന്നുള്ളത്. അപ്പം ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു 5 ഫ്രണ്ട്സിനെ അവരൊക്കെ ഉണ്ടാക്കട്ടെ. അപ്പൊ അതൊക്കെ അന്ന് നമ്മളെ ഇരുത്തത്തുനിന്ന് വന്ന കുറെ ലേണിംഗ് ആണ്. അതുപോലെ എനിക്ക് തോന്നിയ സംഭവം എന്ന് വെച്ചാൽ ഈ ഫാമിലി ലൈഫിനെ കൊണ്ടുപോകാൻ ഞാൻ ഒരുപാട് പഠിച്ചു. കാരണം എന്ന് വെച്ചാൽ ബിസിനസ് ആകുമ്പോൾ നമ്മൾ ഈ ബിസിനസ്സിലുള്ള ദേഷ്യവും കാര്യവും ഒരിക്കലും ഫാമിലിയിലോട്ട് കൊണ്ടുപോകാൻ പാടില്ല. എന്തായാലും നമ്മൾ സ്ട്രെസ്ഡ് ആയിരിക്കും, പ്രശ്നങ്ങളുണ്ടാവും. അത് നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ സ്വിച്ച് ചെയ്യണം. സ്വിച്ച് ചെയ്ത് നമ്മൾ പിന്നെ ഫാമിലി ആയിരിക്കണം, നമ്മുടെ ഫാമിലിയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളത് ഞാൻ പഠിച്ചു. അതുപോലെ അത് ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലേ നമുക്കൊരു പീസ്ഫുൾ ലൈഫ് ഉണ്ടാവുള്ളൂ. അതുപോലെ കുട്ടികളോടായാലും നമ്മൾ അവരോട് കീപ്പ് ചെയ്യേണ്ട എല്ലാ സംഭവങ്ങളും കീപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പാർട്ട്ണറോട് നമ്മൾ പറയണം നമ്മളൊരു ഹാർഡ് ടൈമിലൂടെ പോകും, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ വൈഫിനോട് പറഞ്ഞ് അത് മനസ്സിലാക്കി കൊടുത്ത്, അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആരാണോ ചെയ്യുന്നത് അവരെ പാർട്ട്ണറോട് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട്. സാധാരണ പറയും നമ്മൾ ബുദ്ധിമുട്ടുകളൊന്നും ആരെയും അറിയിക്കരുത്. ആക്ച്വലി ചില ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിയിക്കണം, ഇങ്ങനെ വരാൻ പോകുന്നുണ്ട്, അപ്പോൾ അതിങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. അതുപോലെ മക്കൾ കുറച്ച് അറിയണം. എന്നാലാണ് ചെറുപ്പം തൊട്ടേ എനിക്ക് തോന്നുന്നത് നമ്മളെ മക്കളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യിക്കണം. ഈ മക്കളെ ചെറുപ്പം തൊട്ടേ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യിച്ചുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മളെന്താണോ ബിസിനസ് ചെയ്യുന്നത് അതിൽ തന്നെ അവർക്ക് ഇൻട്രസ്റ്റ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. എനിക്കൊരു ചോദ്യം, ഷഹീദ് ബേസിക്കലി ഷഹീദിന്റെ
എല്ലാ മക്കളും നിങ്ങളെ ബിസിനസ്സിലേക്ക് ഫാദറിന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ അതെ. റീസൺ എന്താണ് ബേസിക്കലി? ഇപ്പൊ പി അത് എം ആർ നമ്മളെ നാട്ടിലെ പ്രധാനപ്പെട്ട റോഡ്സും ബ്രിഡ്ജസും ഉം. എടുക്കുന്ന വലിയ സ്കെയിലിൽ ഒരു ബിസിനസ് അതെ, ഗ്രൂപ്പാണ് അതെ. നിങ്ങളത്. അപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് പി എം ആറിൽ കുറേ ഡിവിഷൻസ് ആയിപ്പോൾ ഒരു 9-10ഓളം അതെ, അതെ. ഡിവിഷൻസ് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് വേർട്ടിക്കൽസിൽ വന്നു. ഓക്കെ. പക്ഷേ ഇതിന് ഇപ്പം ഞാൻ അന്ന് ആ മണി കോൺക്ലേവിൻ്റെ സമയത്താണ് ഷെയ്ദിൻ്റെ ഉപ്പാനെ ആദ്യമായിട്ട് കാണുന്നത്. അതെ. അപ്പോൾ അന്ന് ഭയങ്കര തിരക്കിലായതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ അദ്ദേഹത്തിനോട് പിന്നെ വിട്ടുപോയൊരു ചോദ്യമായിരുന്നു. പക്ഷെ എന്നാലും അദ്ദേഹത്തിൻ്റെ മകനാണല്ലോ ഷെയ്ദ്. ഉം. ഷെയ്ദിൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങളെ മക്കളൊക്കെ ഫാദറിന് കിട്ടിയത് ബിസിനസ്സിൽ? അൽഹംദുലില്ലാ എന്ന് വെച്ചാല് ഞങ്ങളെല്ലാവരും ഫാദർ ഹാർഡ് വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടാണ് വളർന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ഫാദർ ഹാർഡ് വർക്ക് ചെയ്യുന്ന അത്ര എത്തത്തില്ല. സോ ആ ഫാദർ ഹാർഡ് വർക്ക് ചെയ്ത് ഞങ്ങളത് നോർമലൈസ് ആയി പോലെ കണ്ടു. ഫാദർ അത്രയും സ്പീഡിൽ വർക്ക് ചെയ്യുന്നു, മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യുന്നു, കൺസ്ട്രക്ഷൻ ചെയ്യുന്നു, അതിന്റെ കൂടെ തന്നെ ഹോട്ടൽ ചെയ്യുന്നു, ഹോട്ടൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇതൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, അപ്ഗ്രേഡ് ചെയ്തേ ഉള്ളൂ. പക്ഷെ ആ ഒരു ഹാർഡ് വർക്ക് ഞങ്ങൾക്ക് നോർമലൈസ് ആയിട്ട് തോന്നി. സോ ഞാനും ഇറങ്ങുന്നു, ഫാദർ ചെയ്യുന്ന പോലെ ചെയ്യുന്നു എന്നുള്ളൂ. പിന്നെയാണ് ഞാനിത് സൊസൈറ്റിയിലോട്ട് നോക്കുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്, വളരെ സ്പീഡിലാണ് ചെയ്യുന്നത്. ഞങ്ങൾക്കത് ഓൾറെഡി അതാണ് നോർമലൈസ്, അത് നോർമലായി തോന്നി. പക്ഷെ മറ്റുള്ളൊരു സൊസൈറ്റിയിലോ ജോബ് ഓറിയന്റഡ് ആളുകൾക്ക് അത് ചിലപ്പോൾ ഒരിക്കലും കൺവിൻസ് ആവില്ല. എങ്ങനെ നിങ്ങൾ ഇപ്പൊ എന്നോട് ചോദിക്കും, എങ്ങനെ നിങ്ങൾ ഇത്രയും മൾട്ടിപ്പിൾ ജോബ് ചെയ്യുന്നത്? അപ്പൊ നമുക്കത് ഓൾറെഡി കൺവിൻസ്ഡ് ആണ്, ഓൾറെഡി അത് ഈസിയാണ്. ഇപ്പൊ എന്റെ മദർ ആണെങ്കിലും ഫാദർ കണ്ടിട്ടുണ്ട്. അപ്പൊ ഫാമിലിയിൽ മനസ്സിലാവും നമ്മൾ ചിലപ്പോൾ ഇന്ന് പോയാൽ ചിലപ്പോൾ നാളെ വരത്തില്ല, ചിലപ്പോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരത്തുള്ളൂ. അപ്പൊ ആ ഒരു നോർമലൈസേഷൻ സിസ്റ്റം വന്നുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഈ കുട്ടികൾ ഓവറായിട്ട് പാമ്പർ ചെയ്താലുള്ള പ്രശ്നം എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ അവർ ഹാർഡ് വർക്ക് ചെയ്യുന്ന, മോനെ നീ ഹാർഡ് വർക്ക് ചെയ്യുന്ന, ബുദ്ധിമുട്ട് ചെയ്യേണ്ടവർ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ വേണ്ടി വരും. പക്ഷെ അതൊരു പാഷനേറ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും അതിന്റെ ഒരു ഞാൻ എപ്പോഴും ജേർണി എൻജോയ് ചെയ്യാൻ പറ്റും. എനിക്കെപ്പോഴും അതൊരു ലൈഫിൽ എപ്പോഴും ഒരു പാരഡോക്സ് ആണത്. ഞാൻ കാരണം എൻ്റെ വീട്ടിൽ പലപ്പോഴും പിന്നെ ദർ ഇസ് നോ പാമ്പറിങ് അറ്റ് ഓൾ. അതെ, ഞാൻ എൻ്റെ ഫാദറും മദറൊക്കെ ഒന്നും ഒരിക്കലും ഒരു പുറത്തുനിന്ന് കിസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു പരസ്പരം ഹഗ് ചെയ്യുന്നതോ ഞാൻ കണ്ടിട്ടില്ല. സോ എക്സ്പ്രസിങ് ലവ് ഈസ് ബിറ്റ് ഡിഫിക്കൽട്ട് ഫോർ മീ. പക്ഷെ എൻ്റെ വൈഫ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനങ്ങിയ കിസ് ചെയ്യലും ഹഗ് ചെയ്യലും ലവ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അവർ. അപ്പോൾ എനിക്ക് ആദ്യം കുറച്ചൊക്കെ ഒരു ഓടായിരുന്നു. ദെൻ ഐ സ്റ്റാർട്ടഡ് ടേക്കിങ് ഇറ്റ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞങ്ങളെ അവരെ മക്കളെയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ ഇതിൽ ഏത് പാരൻറ്റിംഗ് ആണ് റൈറ്റ് ഇതിൽ? ഞാൻ ഇപ്പോൾ ശരിക്കും വൈഫ് സൈഡിലെ മക്കളെ ചെയ്ത രീതിയാണ് ഞാനിപ്പോൾ അഡോപ്റ്റ് ചെയ്യുന്നത് എൻ്റെ മക്കളിൽ. ബട്ട് എനിക്കതിൽ കുറേ മിസ്സിംഗ് ലിങ്ക് തോന്നിയത്, ഒന്ന് ജെൻസൺ ഹുവാങ് പറഞ്ഞ വലിയൊരു സാധനമുണ്ട്, ഈ റിസൈലിയൻസ് കിട്ടൽ പലപ്പോഴും കുട്ടികൾ ഒരു ഹാർഡ്ഷിപ്സിലൂടെയും ഹാർഡ് വർക്കിലൂടെയും പോകുമ്പോഴാണ്. അപ്പോൾ ഇൻഡിപെൻഡൻസി ക്രിയേറ്റ്. അതെ, അപ്പോൾ ഒരു പാരൻറ്റിങ്ങിൽ ഞാനിപ്പോൾ എടുത്ത് ലേറ്റസ്റ്റ് പിന്നെ മക്കളെ സ്കൂളിൽ #ൽ പോയ സമയത്താണ് അവിടുത്തെ അഷ്ബ പാരൻറ്റിങ്ങിന് ഒരു ഡിമോത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡീൻ്റെ ഒരു എക്സ്റ്റൻസീവ് റിസർച്ച് എനിക്ക് കാണിച്ചെന്ന്. അതിൽ അവർ പറഞ്ഞു, ഒന്ന് പക്ക പാരൻറ്റിങ്ങിൽ ഇൻവോൾവ് ചെയ്യാത്ത പാരൻസ്, മക്കൾ എന്ത് കഴിക്കഴിഞ്ഞാലും എന്തായാലും ഒരു പ്രശ്നമില്ല, അദ്ദേഹത്തിൻ്റെ ലൈഫ് എടുത്ത് പോകും. ഇപ്പോൾ വേടനൊക്കെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഫാദറും മദറൊക്കെ എങ്ങനെ പോകും, ഞാനൊന്നും പാരന്റ് എന്ന് പറഞ്ഞ സാധനം അറിഞ്ഞിട്ടില്ല എന്നില്ല പോലെ. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റെൻസീവ്ലി പാമ്പർ ചെയ്യപ്പെട്ട മക്കള്. ഈ മക്കള് നാളെ ഭയങ്കര ഡിമാൻഡിങ്ങും ഭയങ്കര വാശിക്കാരും എല്ലാം പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരായിരിക്കും ചാൻസ് കൂടുതലാണ്. മൂന്നാമത്തെ എക്സ്ട്രീംലി ഡിസിപ്ലിൻ ചെയ്ത പാരന്റ്സ്, അതും ഭയങ്കര ഇടങ്ങറാണെന്ന് അവർ പറഞ്ഞു. അപ്പൊ അതിൽ അവരൊരു സ്മാർട്ട് പാരന്റിംഗ് ആണ് ആ ലേഡി ഭയങ്കര സ്മാർട്ടായിട്ട് പറയുന്നത്. ഡിസിപ്ലിനും വേണം, അതേപോലെ തന്നെ അവരെ ആ ഒരു പ്രോസസ്സിന്റെ അപ്രീസിയേഷനും നടത്തണം എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നത്തോളം ഒരു പക്ഷേ ഈ റിസൈലിയൻസ് ബേസിക്കലി കുട്ടികൾക്ക് കുറെ കൂടി പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നത്. ഒരു പക്ഷേ ഈ 90s കിഡ്സും അതിനു മുമ്പിലെ കിഡ്സിനൊക്കെ ഈ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് ഈ ഹാർഡ്ഷിപ്സും ഹാർഡ് വർക്കൊക്കെ കുറേ കിട്ടിയോണ്ട് തന്നെ അവർക്ക് റിസൈലിയൻസ് കൂടുതലാണ്. അതേസമയത്ത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറെ കൂടി നമ്മളെ സൊസൈറ്റി ഇവോൾവ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കുറെ കൂടി ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ ഒരു കമ്പ്യൂട്ടർ യുഗത്തിലായതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടാതിരിക്കുമ്പോൾ ഒരു ഭയങ്കര നിരാശ വരുന്നുണ്ട് എല്ലാത്തിലും. അപ്പം ഈ നിരാശയ്ക്ക് വേണ്ടിയിട്ട് സൊല്യൂഷൻസ് ആയിട്ടാണ് ChatGPT മുതൽ എല്ലാവർക്കും എന്താവുന്നത് വന്നെത്തിച്ചേരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഒരു പക്ഷേ റൈറ്റ് ആണോ റോങ് ആണ്. ഇപ്പം ജെൻസൺ ഹുവാങ് അന്ന് സ്റ്റാൻഫോർഡിലെ കുട്ടികളോട് ചെന്ന് പറഞ്ഞ ഒരു കാര്യം ഒന്നും എൻ്റെ ചെവിയിൽ ഇതാക്കണം. അവൻ്റെ സ്പീച്ച് കേട്ടപ്പോഴാണ് അവൻ പറയാണ്, നിങ്ങളൊരു പക്ഷേ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫാമിലീസിലെ, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ബിസിനസ്സിലെ മക്കളായിരിക്കാം. പക്ഷെ എനിക്കറിയാം കാലിഫോർണിയയിൽ എൻ്റെ പ്രധാനപ്പെട്ട ജോബ് എന്ന് പറഞ്ഞാൽ എത്ര ടോയ്ലറ്റ്സ് ഒരു ദിവസം ക്ലീൻ ചെയ്യാന്നില്ലാണ്. ഞാൻ ടോയ്ലറ്റ് ക്ലീൻ ചെയ്തതിന് കണക്കില്ല എന്നില്ല. പക്ഷെ ആ റിസൈലൻസ് ആണ് പിന്നെ ജെൻസൺ ഹുവാങ്ങിനെ പോലത്തെ ഒരാൾ NVIDIA ക്രിയേറ്റ് ചെയ്യുന്നതും ആ NVIDIA പോയ കണ്ടമാനം ജീവിതത്തിലെ ഹാർഡ്ഷിപ്സിനെയും ഇതിനൊക്കെ
സഹിക്കാൻ കഴിഞ്ഞു. ഞാൻ തന്നെ എനിക്ക് ബി സ്കൂൾ ഫൗണ്ട് ചെയ്ത സമയത്തൊക്കെ ഞാൻ അനുഭവിച്ചിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അതൊരു 20 years ahead പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പോൾ ആ പ്രൊജക്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് കിട്ടിയ എല്ലാ പാർട്ട്നേഴ്സും ഈ എഡ്യൂക്കേഷനോട് എക്സ്പോസ്ഡ് അല്ലാത്ത ആൾക്കാരായിരുന്നു. പിന്നെ ഞാനിത് വർക്കൗട്ട് ചെയ്യുന്ന ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ മലപ്പുറത്തേയും കോഴിക്കോടത്തെ ആൾക്കാരാണ്. ഇവരും ഇതിനും എക്സ്പോസ്ഡ് അല്ലായിരുന്നു. അപ്പോൾ ഒരു ഹ്യൂജ് ടാസ്ക് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ഫാമിലി വിട്ടുപോയി. ബേസിക്കലി സൊസൈറ്റിയിലെ എന്താ പറയുക മിംഗ്ലിംഗ് കുറഞ്ഞു. എക്സ്ട്രീമായിട്ട് ഈ പ്രൊജക്റ്റിൻ്റെ ബാക്കിൽ തന്നെ ആയിരുന്നു. ബട്ടിനോ ഒരു പക്ഷെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അത് ഇന്നെ തയ്യാറാക്കിയത് പലപ്പോഴും ആ ഒരു പാരന്റിങ്ങിലെ റിസൈലിയൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കാന്നില്ല ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും അത് കാരണം എൻ്റെ ഫാദർ എപ്പോഴും ഒരു ഇമോഷൻ ഒരിക്കലും പ്രകടിപ്പിക്കൂല. കുത്തിയാട്ടേണ്ട അടുത്ത് കുത്തിയാട്ടും, പറയേണ്ട അടുത്ത് പറയും. അത് കറക്റ്റായിട്ട് ഞാനും അങ്ങനെ തന്നെ. എനിക്ക് അരുതാത്തായിട്ട് ഒരു കാര്യങ്ങൾ ഞാൻ അപ്പം തന്നെ തുറന്ന് പറയുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരാളാണ് ഞാനും. അപ്പം ഞാൻ ആൾക്കാരോട് പറയും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്നെ ഇതാക്കരുത്. ഞാൻ അങ്ങനത്തെ ഒരു ബ്ലണ്ട് ആളാണ്. കാരണം ഞാൻ അദ്ദേഹത്തിൽ നിന്നാണ് അത് പഠിച്ചിട്ട് എന്നുള്ളത്. അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓതന്റിക് ആയിട്ടുള്ള സിൻസിയർ ആയിട്ടുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാൾ. ഇപ്പം ഞാൻ പലപ്പോഴും ഒരു ലീഡറെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനെ ഇഷ്ടപ്പെടുന്നത് അയാൾ ഭയങ്കര ഓതന്റിക് ആണ്, കമ്മിറ്റഡ് ആണ്, അയാൾ ഓർഗനൈസേഷൻ റിഫോം ചെയ്യാൻ അയാൾ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അയാൾ എത്ര വലുപ്പമാണ് എത്ര ചെറുപ്പമാണെന്ന് നോക്കൂല. അയക്കാൻ സമയം എന്താക്കും കൊടുത്തിരിക്കും. അത്ര ഇഷ്ടമാണ്. നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയാൻ ശീലിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പാരന്റിങ് പലപ്പോഴും ഇപ്പോൾ ഷഹീദിന്റെ ഫാദർ എന്നൊക്കെ എനിക്ക് തോന്നത്തില്ല. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ഗൾഫിൽ നിന്ന് ഇപ്പോൾ ഷഹീദിന്റെ പോലെ തന്നെ ഒരു സ്റ്റുഡൻറ് എനിക്കുണ്ട്. മറ്റേ ഷാഹിദ് എന്ന് പറഞ്ഞിട്ടില്ലേ, അവന് ബേസിക്കലി ഹള്ളി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിഞ്ഞ് US പോയിട്ട് ടോപ്പ് ചെയ്ത കുട്ടിയാണ്. അപ്പോൾ അവൻ്റെ പ്രത്യേകത ഞാൻ കണ്ടിടത്തോളം അവൻ്റെ ഫാദർ ഇപ്പോൾ ഷംസുക്ക ബേസിക്കലി ഞാൻ ഈ കാണുന്ന എല്ലാ ബിസിനസ്സുകാരും ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ബിസിനസ്സുകാരനെ കണ്ടിട്ടില്ല ഷംസുദ്ദീൻ നെല്ലറ. കാരണം സാധാരണ എല്ലാവരും അവരുടെ മക്കളെയും അവരുടെ ഫാമിലിനെയാണ് കെയർ ചെയ്യുക. ഷംസുദ്ദീൻ നെല്ലറ കുറേ കൂടി സൊസൈറ്റിയിലെ ഭയങ്കര ഡിപ്രൈവ്ഡ് ആയിട്ടില്ലേ, ഭയങ്കര കഴിവ് കെട്ട ആൾക്കാരെ, അതായത് അദ്ദേഹത്തിന് തോന്നുന്നപ്പോൾ നല്ലൊരു കഴിവുണ്ട്, അവനൊരു സപ്പോർട്ടിങ് സിസ്റ്റം ഇല്ലെങ്കിൽ മൂപ്പർ അദ്ദേഹത്തിനെ ചെറിപ്പിക്ക് ചെയ്തുകൊണ്ടിരും ആ കുട്ടിനെ. എന്നിട്ട് സ്വന്തം വില്ലയിൽ നിർത്തി അവനൊപ്പം കൊണ്ടുകടന്ന് ഒരു ബിസിനസ് നെറ്റ്വർക്കിന്റെ എക്സ്പോഷർ കൊടുത്ത് അവനെ ഷേപ്പ് ചെയ്ത് പോകും. ഇപ്പം ഞാൻ ഗൾഫിൽ എപ്പോൾ പോകുമ്പോഴും ഞാൻ നടക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ ഫായിസാണ്. ഫായിസ് ഷംസുക്ക അങ്ങനെ വളർത്തിയെടുത്ത കുട്ടിയാണ്. അപ്പം ഞാൻ ഫായിസിനോട് പറയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു പക്ഷേ എൻ്റെ ഒപ്പനേക്കാളും മനേക്കാളും കടപ്പാട് ഷംസുക്കനോട് വേണമെന്നില്ല. അപ്പോൾ അവർ ചോദിക്കും എന്നോട് എന്താണെന്ന് അറിയും. അപ്പം ഞാൻ പറയും അങ്ങനത്തെ ആൾക്കാർ വളരെ അപൂർവമാണ് ഞാൻ എൻ്റെ സൊസൈറ്റി കണ്ടത്. വളരെ അപൂർവമാണ്. നമ്മളവിടെ 100 ആൾക്കാർ കിട്ടുന്ന എത്ര ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ഒരു പക്ഷേ ഒരാഴ്ചയോളം അദ്ദേഹത്തിൻ്റെ വില്ലയിൽ നിന്നിട്ടായിരുന്നു. അപ്പോൾ ആ വില്ലയിൽ നിൽക്കുമ്പോഴും ഇതേപോലെ കുറേ ആൾക്കാർ വരുന്നത്, അവരെ താമസിപ്പിക്കണ്, അവരെ ഫുഡ് കൊടുക്കണ്, അവരെ തമ്മിൽ പരസ്പരം നെറ്റ്വർക്ക് ചെയ്ത് കൊടുക്കണ്. അതേപോലെ തന്നെ പലപ്പോഴും ഈ ബിസിനസ്സുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഔന്നിത്യമുള്ള ആൾക്കാർ ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹം അതിലും പാട്ടിലും മറ്റേലും ഒക്കെ ഇങ്ങനെ ധീരമായ ഇടപെടലുകൾ നടത്തും. അതേപോലെ സൊസൈറ്റിയിൽ എന്തെങ്കിലും ധീരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിലൊരു ഇൻ്റർവെൻഷൻസ് നടത്തും. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഒരു പക്ഷേ ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ ബിസിനസ് മാത്രം സംസാരിച്ച് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിൽ ഉയരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതൊരു ഭയങ്കര സങ്കടമായിട്ടാണ് തോന്നിയില്ല. പക്ഷേ ഷംസുക്ക് ഒരു പക്ഷേ ആ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിലൊക്കെ എത്ര ട്രാക്ഷൻ കിട്ടാണ്ടാവുന്ന കാരണം തന്നെ ഒരു ബ്രോഡർ സൊസൈറ്റൽ പെർസ്പെക്റ്റീവിൽ അദ്ദേഹം ഇറങ്ങുന്നുണ്ടാണ് എനിക്ക് തോന്നുന്നത്. കുറേ ആളുകൾ അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു ബിസിനസ്സുകാർ എപ്പോഴും ഇപ്പോൾ ഷഹീദ് ഇപ്പോൾ വലിയൊരു ചോദ്യമാണ്. ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ ഒരു ലംബോഗിനി അല്ലെങ്കിൽ ഒരു പോർഷെ കാറിൽ വരികയാണെങ്കിൽ ആളുകൾ ആ കാറിനെ നോക്കുകയുള്ളൂ, ഡ്രൈവ് ചെയ്യുന്ന ആളെ നോക്കണമെന്നില്ല. കാറായിരിക്കും സെലിബ്രിറ്റി വരിക. അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ ബേസിക്കലി പിന്നെ എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിലും ഒരു ബ്രോഡർ ഒരു മെയിൻ സ്ട്രീം ഇതിലും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നതിൽ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം എത്രത്തോളം ആ സൊസൈറ്റിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പലപ്പോഴും ഇപ്പോൾ കുട നന്നാക്കുന്നവർക്ക് എന്തിനാ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ആളുകൾക്ക് CH മുഹമ്മദ് കോയ കൊടുത്തൊരു യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അതേപോലെ തന്നെ കേരളത്തിലെ എല്ലാ ഓരോ ആളുകളും ഒരു 70% 60% ആളുകൾക്ക് ഒരു 10 സെന്റ് ഭൂമി കൊടുത്തത് നമ്പൂതിരി വിഭാഗത്തിൽപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ലാൻഡ് നഷ്ടപ്പെടുന്നത് ഒരു EMS പുരിപ്പാട്ടിന്റെ ഒരു വാക്കുകൊണ്ടാണ്. അപ്പോൾ അങ്ങനത്തെ കുറെ, അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പവർ ബ്രോക്കിംഗ് കമ്മ്യൂണിറ്റിയാണ് ഈഴവാസ്. അപ്പോൾ അവരെ അന്ന് വലിയൊരു ഐത്തത്തിന് ഇതാക്കിയപ്പോൾ ആ സമയത്ത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു കൺസെപ്റ്റിൽ ശ്രീനാരായണ ഗുരു കൊണ്ടുവരല്ലോ. ആ ഒരു സൊസൈറ്റിക്ക് വലിയൊരു ഹോപ്പാണ് പിന്നെ ശ്രീനാരായണ ഗുരു കൊടുത്തത്. അപ്പം എനിക്ക് തോന്നുന്നിടത്തോളം ഇങ്ങനത്തെ മഹാരഥന്മാർ കുറേ സൊസൈറ്റിയിൽ വലിയ ഇൻഫ്ലുവൻസ്. അപ്പം ഷംസുഖനെ പോലത്തെ ഒരു ബിസിനസ്സുകാരനൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ടോട്ടൽ ബിസിനസ്സുകാരിൽ വളരെ പേഴ്സണലി അടുത്തറിഞ്ഞതിൽ എനിക്ക് കുറെ കൂടി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹമായിരുന്നു. ഒരു ആസ്പെക്റ്റിൽ ഞാൻ നോക്കുകയാണെങ്കിൽ അദ്ദേഹം അതിൽ ഭയങ്കര
അസ്റ്റ്യൂട്ടായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഞാനിട്ട് പല ബിസിനസ്സുകാരോടും പറയാറുണ്ട്. അതിലെ കുറേ അംശങ്ങൾ നമ്മളും എന്താക്കണം നോക്കണം എന്നില്ലേ. സൊസൈറ്റിയിൽ ഏതൊരാൾ വന്ന് ഒരു കാര്യം പറയുമ്പോൾ ഒരു മണിക്കൂർ അവരോട് സമയം സ്പെൻഡ് ചെയ്യാല്ലേ മനോഭാവം. അതേപോലെ നിങ്ങളെ വിഷമതകൾ അനുഭവിക്കുന്ന സ്കില്ലില്ലാതെ ജോലിയില്ലാതെ വരുന്ന ഒരാൾക്ക് അതിലൊരു ഓപ്പർച്യൂണിറ്റി കാണിച്ചു കൊടുക്കുക. ഒരു കരിയറിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരാൾക്ക് ഒരു കരിയർ കാണിച്ചു കൊടുക്കുക. ഞാനും എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഒരു 25ഓളം ഹോൾഡിംഗ് കമ്പനീസ് ക്രിയേറ്റ് ചെയ്യണം. ഈ സിലിക്കൺ വാലിനെ പോലത്തെ നല്ലൊരു പൂൾ ഓഫ് ബിസിനസ്മാൻമാരുടെ ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കണം. അതിന് കുറേ ഇക്കോ സിസ്റ്റംസ് ഷേപ്പ് ചെയ്യണം. ഇവരൊക്കെ പരസ്പരം നെറ്റ്വർക്ക് ചെയ്യണം ബിസിനസ്സിലൂടെ. അതേപോലെ തന്നെ ഇവരൊക്കെ ഒരു ഗ്ലോബൽ ഗ്രോത്തിന് സഹായിക്കണം. ഇവരുടെ ഒക്കെ ഒരു സിസ്റ്റം പ്രോസസ്സിങ്ങിനൊക്കെ എന്താവണം, സിസ്റ്റം ടിങ്കറിങ്ങിനൊക്കെ എന്താവണം, പരസ്പരം കൊടുത്തും വാങ്ങിച്ചിട്ടും ചെയ്യുന്ന ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് സത്യത്തിൽ ഇന്ന ഡ്രൈവ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ്. അത് ഒരു ഓൺ ഗോയിങ് പ്രോസസ്സാണ്. അത് എപ്പോഴാണ് എൻഡ് ചെയ്യാന്നൊന്നുമില്ല, എനിക്ക് അറിയില്ല. ഇത് സംസാരിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും എൻഡ് ചെയ്യത്തില്ല. ഇതിൽ നമുക്ക് എന്തായാലും വീണ്ടും സാറേ അടുത്തൊരു പാട്ട് എന്നുള്ളത് നമുക്ക് എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്യണം. നമ്മൾ എത്ര സംസാരിച്ചാലും 4 മണിക്കൂർ സംസാരിച്ചാൽ പോലും തീരാത്തത്ര ഇതുണ്ട്. താങ്ക് യു ഷഹീദ്. താങ്ക് യു സോ മച്ച് സാർ. സാർ ഇതിൽ വന്നതിലും കറക്റ്റ് ടൈം സാറ് ഒരിക്കലും പ്രതീക്ഷയില്ല സാറ് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഞാൻ ഫസ്റ്റ് 1.5 ഇയർ നമ്മളുടെ വേറെ ബോർഡിലെ കുട്ടികളായിരുന്നു. അവർ നന്നായിട്ട് ചെയ്തു. ഏകദേശം ഷഹീദും ആണ് CEO ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട്, യൂനുസാണ് ചെയർമാനായിട്ടും ബാക്കി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും. ഇപ്പോൾ ഷഹീദ് വന്നതിന് ശേഷം വലിയ മാറ്റങ്ങൾ. ഞാൻ ഓരോ സ്പീച്ചസിൽ സംസാരിക്കുന്ന കാര്യമുണ്ട്. ഷഹീദ് അന്ന് വന്ന് എല്ലാ മെമ്പേഴ്സിനോടും പറഞ്ഞപ്പോൾ നിങ്ങൾ അവരുടെ സ്പീച്ചിൽ കുറച്ച് വ്യതിയാനം സംബന്ധിച്ചപ്പോൾ ഷഹീദ് പറഞ്ഞു, എൻ്റെ 1 മണിക്കൂറിന് എനിക്ക് വാല്യൂ ആണ്, അതുകൊണ്ട് എന്നെ എന്താക്കരുത്, വേസ്റ്റ് ചെയ്തത്. പിന്നെ നിങ്ങളൊരു 40 ലാഖിൻ്റെ പ്രൊജക്റ്റിനും വേണ്ടിയിട്ടൊന്നും എന്താക്കരുത്, എന്നെ വിളിക്കരുത് എന്നില്ല. അതിൻ്റെ മനസ്സിൽ ഭയങ്കര തട്ടിയിരുന്നു ഷഹീദ്. ആ ഒരു കാര്യം ആ ഒരൊറ്റ മൊമെന്റിൽ സാർ അതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ട്രിപ്പിൾ ആക്കി കഴിഞ്ഞു. ആ ഒരൊറ്റ ഇതില് ലൈക് 2 crores ഓൾറെഡി സുഖമൊക്കെ എന്ത് ചെയ്തു, ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്ത് അഗ്രി ആയിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് ഒന്നും കൂടെ ഇൻട്രസ്റ്റ് മോട്ടിവേറ്റഡ് ആയി ഓട്ടോമാറ്റിക്കലി. അത് ഇനിയും കൂടട്ടെ, കുറേ സബ്സിഡറി കമ്പനീസ് വരട്ടെ. ഇത് കണ്ടിന്യൂ ചെയ്യാം സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.